കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ചുഴലിക്കാറ്റ്, ന്യൂനമർദ്ദം, മഴ. എന്താണ് ന്യൂനമർദ്ദം? എന്താണ് ചുഴലിക്കാറ്റ്? എങ്ങനെയാണ് ഇത് മഴയായി മാറുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന് പിന്നിൽ പക്കാ സയൻസ് ആണ്, പക്കാ ഫിസിക്സ് ആണ്. നമ്മളുടെ കടലിൻ്റെ മുകൾ ഭാഗം ചൂട് പിടിക്കുകയും അവിടെ നിന്നും വായു മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നു. അപ്പോൾ ഈ താപനില കൂടിയ ഭാഗത്തുള്ള പ്രഷർ കുറയും, ടെമ്പറേച്ചർ കൂടുമ്പോൾ മർദ്ദം കുറയും. അപ്പോൾ എന്ത് ചെയ്യും? മർദ്ദം കൂടുതലുള്ള ഭാഗത്ത് നിന്നും ഹൈ പ്രഷറുള്ള ഭാഗത്ത് നിന്നും ലോ പ്രഷറുള്ള ഭാഗത്തേക്ക് എയർ ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അപ്പം നമ്മളുടെ എർത്തിൻ്റെ റൊട്ടേഷൻ കാരണം, അതായത് ഒരു കൊറിയോളിസ് ഫോഴ്സ്, കൊറിയോളിസ് എഫക്റ്റ് ഉണ്ട്, ഫിസിക്സിലൊരു ടേമാണ്. അത് കാരണം ഈ വരുന്ന എയർ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് വരിക, അതായത് റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് വരിക. അപ്പം നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയറിലാണല്ലോ, ഇവിടെ റൈറ്റിലേക്കാണ് റൊട്ടേറ്റ് ചെയ്യുക. അങ്ങനെ ഹൈ പ്രഷറുള്ള സ്ഥലത്ത് നിന്നും ലോ പ്രഷറുള്ള ഭാഗത്തേക്ക് എയർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരും, റൈറ്റിലേക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരും. അങ്ങനെ അതൊരു ആൻറ്റി ക്ലോക്ക് വൈസിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. എല്ലാ റീജിയനിലും ഇങ്ങനെ ഹൈ പ്രഷറിൽ എല്ലാ റീജിയനിലും ഇങ്ങനെ ലോ പ്രഷറിലേക്ക് എയർ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ ഒരു ആൻറ്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അതൊരു ചുഴലിക്കാറ്റായിട്ട് മാറും. ഇനി ഈ ചുഴലിക്കാറ്റ് എങ്ങനെയാണ് മഴയായി മാറുന്നത്? നമുക്കറിയാം, ഹൈ പ്രഷറുള്ള സ്ഥലത്ത് എന്തായിരിക്കും ടെമ്പറേച്ചർ താപനില കുറവായിരിക്കും. അപ്പോൾ ഈ താപനില കുറവുള്ള താപനിലയുള്ള ഭാഗത്ത് നിന്നും എയർ എങ്ങോട്ട് വരികയാണ്? ലോ പ്രഷറുള്ള ഭാഗത്തേക്ക്, താപനില കൂടിയ ഭാഗത്തേക്ക് വന്നുകൊണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഈ താപനില കുറവുള്ളത് താപനില കൂടുതലുള്ള ഭാഗത്തേക്ക് വരുമ്പം വീണ്ടും ചൂടായിട്ട് നീരാവിയായി ഉള്ളിലേക്ക് ഉയരും. അങ്ങനെ എന്താവും? നീരാവിയായി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഘനീഭവിച്ച് മേഘങ്ങളായി മാറും. പിന്നീട് അത് കാർമേഘങ്ങളായി മഴയായി പെയ്യും എന്നുള്ളത് നമുക്കറിയാം. ഇങ്ങനെയാണ് ന്യൂനമർദ്ദം രൂപം കൊള്ളുന്നതും ചുഴലിക്കാറ്റ് ഉണ്ടാവുന്നതും അത് പിന്നീട് ശക്തമായ മഴയായി മാറുന്നത്.